അഖിലീകും യൗമൽ ഖിയാമ. അതുവരെ ചിരിച്ചുകൊണ്ടിരുന്ന പ്രവാചകനോട് അല്ലാഹുവിന്റെ പ്രവാചകനോട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ഒരു ചോദ്യം ചോദിക്കേണ്ട താമസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖമങ്ങ് ചുമക്കുകയാണ്, പ്രവാചകന്റെ കൈകാലുകൾ വിറക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചാടി എഴുന്നേറ്റിരുന്ന് പൊട്ടിക്കരയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ കരയുകയാണ്. അല്ലാഹുവേ, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചോദിച്ച ചോദ്യം എന്തെന്നറിയുമോ? ഫഹൽ യദ്കുറൂന അഖിലീകും യൗമൽ ഖിയാമ. അല്ലാഹുവിന്റെ പ്രവാചകരെ, നാളെ പടച്ചവന്റെ പരലോകമുണ്ടല്ലോ, അല്ലാഹുവിന്റെ കോടതിയുണ്ടല്ലോ, അല്ലാഹുവിന്റെ മഹ്ശറയുണ്ടല്ലോ. ആ മഹ്ശറയിലേക്ക് ഞാൻ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസമുണ്ടല്ലോ. ആ ദിവസം എന്നോട് സ്നേഹമുണ്ടാകുമോ നബിയേ? എന്നെ കണ്ട പരിചയം കാണിക്കുമോ നബിയേ? എന്നെ സഹായിക്കുമോ നബിയേ? ഞാൻ അങ്ങയുടെ ഭാര്യയാണല്ലോ, എന്നെ കൂടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമോ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകനോട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഇരുന്ന് കരയുകയാ, പ്രവാചകൻ ഇരുന്ന് കരയുകയാണ്. ആയിഷ ബീവി ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്തു പറ്റി നബിയേ? എന്തിനാ നബിയേ കരയുന്നതെന്ന് ചോദിക്കുമ്പോ അവിടുന്ന് പറയുന്ന, ആയിഷ, പരലോകത്തെ കുറിച്ച് നിനക്കറിയുമല്ലോ ആയിഷ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നു, ആയിഷ, അന്നത്തെ ദിവസം എങ്ങാണ് ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിൽ അവള് പ്രസവിക്കുന്ന വേദന പോലും അറിയില്ല ആയിഷ. ഒരു പെണ്ണ് പ്രസവിക്കുന്ന വേദന അറിയാത്ത ദിവസമാണ്, അവൾ അറിയാതെ പ്രസവിച്ചു പോകുന്ന ദിവസമാണ്. പടച്ചവനെ പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന ചോരക്കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് തന്റെ പ്രിയപ്പെട്ട മാതാവ് ഓടിയൊളിക്കുന്ന ദിവസമാണ് ആയിഷ. പടച്ചവനെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുടി പോലും നരച്ചു പോകുന്ന ദിവസമാണ്, പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുടി പോലും നരച്ചു പോകുന്ന ദിവസമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആയിഷ, സലാസത്തിന് 3 സ്ഥലങ്ങളുണ്ടല്ലോ. നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ ആ കോടതിയിൽ 3 സ്ഥലങ്ങളുണ്ട് ആയിഷ, 3 സ്ഥലങ്ങളുണ്ട് ആയിഷ. ആ 3 സ്ഥലങ്ങളിലേക്ക് ഒരു മനുഷ്യന് കടന്നു ചെന്നാൽ, വാപ്പ മുന്നിലൂടെ നടന്നു പോയാൽ, ഉമ്മ മുന്നിലൂടെ നടന്നു പോയാൽ, പടച്ചവനെ കൂടപ്പിറപ്പാകട്ടെ, ഭാര്യയാകട്ടെ, ഭർത്താവാകട്ടെ, മക്കളാകട്ടെ, കൂട്ടുകാരാകട്ടെ, ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാത്ത 3 സ്ഥലങ്ങളുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ആയിഷ, അല്ലാഹുവിന്റെ പരലോകത്ത് 3 സ്ഥലങ്ങളുണ്ട് ആയിഷ. ആ 3 സ്ഥലങ്ങളിലേക്ക് ഒരു മനുഷ്യൻ എത്തിക്കഴിഞ്ഞാൽ ഫലാ യദ്കുറു അഹദുൻ അഹദാ, അവനവനല്ലാതെ മറ്റൊരാളും കാണില്ല. ആയിഷ, നീയല്ലാതെ ഒരാളും നിന്നെ സഹായിക്കില്ല, ഒരാളും നിന്നോട് പരിചയം കാണിക്കില്ല. നിന്റെ വാപ്പയും നിന്റെ ഉമ്മയും നിന്റെ കൂടെ പിറപ്പും നിന്റെ കൂട്ടുകാര് ആര് നിന്റെ മുന്നിലൂടെ നടന്നു പോയാൽ തിരിഞ്ഞു നോക്കാത്ത 3 സ്ഥലമുണ്ട് ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു കൊടുക്കുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഒന്ന് പറഞ്ഞു പോയി, ഒന്ന് പറഞ്ഞു തരുവോ നബിയേ? ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാത്ത ആ 3 സ്ഥലങ്ങളൊന്ന് പറഞ്ഞു തരുവോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ ഒന്നാമതായി പറഞ്ഞു കൊടുക്കുകയാ. പാതിരാത്രി ഒരുമിച്ചുകൂടി എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഒരാളും നിന്നെ പരിഗണിക്കാത്ത 1ാമത്തെ സ്ഥലമേതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ദുനിയാവിന്റെ തുടിക്ക് മുകളിൽ ഞാനും നിങ്ങളും ജീവിക്കുന്ന കാലങ്ങളുണ്ടല്ലോ. പടച്ചവനെ 30, 40, 50, 60, 70 വർഷക്കാലം ഈ ദുനിയാവിന്റെ തുടിക്ക് മുകളിൽ ഞാനും നിങ്ങളും ഇങ്ങനെ ജീവിക്കുമ്പോ ഈ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയത് മുഴുവനുമുണ്ടല്ലോ, ഈ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയത് മുഴുവനുമുണ്ടല്ലോ. നാളെ പടച്ചവനെ ചോദിക്കുന്ന ഒരു ദിവസം വരാനുണ്ടല്ലോ.